എജു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ICTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസുകളിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, a keylogger, short for keystroke logger, is a type of dash that monitors and record what you type on your computer or mobile phone. അതായത് കീലോഗർ, അതായത് കീസ്ട്രോക്ക് ലോഗർ എന്ന് പറയണത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ടൈപ്പ് ചെയ്ത് മോണിറ്റർ റെക്കോർഡൊക്കെ ചെയ്യുന്ന എന്ത് ടൈപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോം, സ്പൈവെയർ, വൈറസ്, ട്രോജൻ ഹോഴ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, സ്പൈവെയർ ആണ്. വൈറസുകളെ പോലെ പെരുകുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ വേം എന്ന് പറയുന്നത്. വൈറസുകളെ അപേക്ഷിച്ച് മറ്റ് പ്രോഗ്രാമുകളുമായി കൂടിച്ചേരാതെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റുള്ളവയിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം ഇരട്ടിക്കാനും സ്വയം വ്യാപിക്കാനും ഈ വേമിന് സാധിക്കും എന്നുള്ളതാണ്. ഒരു കമ്പ്യൂട്ടറിലെ മറ്റു പ്രോഗ്രാമുകളെ തകർക്കാനാകില്ലെങ്കിലും പെറ്റുപെരുകി ഹാർഡ് ഡിസ്കിലെ സ്ഥലം അപഹരിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ബാൻഡ് വിഡ്ത്ത് അപഹരിച്ച് വിവര കൈമാറ്റത്തിൻ്റെ വേഗത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സ്പൈവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോക്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ മറ്റൊരാൾക്ക് എത്തിക്കുന്ന ചാരു സോഫ്റ്റ്വെയറിനാണ് നമ്മൾ സ്പൈവെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകളെയാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ച കമ്പ്യൂട്ടറുകൾക്ക് എളുപ്പത്തിൽ കമ്പ്യൂട്ടർ വൈറസുകൾക്ക് കടക്കാനാകും. ഒരു കമ്പ്യൂട്ടറിലേക്ക് കടന്നാൽ സ്വയം പെരുകാൻ ശേഷിയുള്ള ഇവ ക്രമേണ കമ്പ്യൂട്ടറുകളുടെ പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. വൈറസിൻ്റെ പൂർണ്ണ രൂപം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നുള്ളതാണ്. സ്വയം പെരുകാനായിട്ട് ശേഷിയുണ്ടെങ്കിലും വ്യാപിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇവിടെ ആവശ്യമാണ്. അതായത് കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് തുറക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇത് സിസ്റ്റത്തെ ബാധിക്കുന്നത്. ട്രോജൻ ഹോഴ്സ് തുടക്കത്തിൽ ഹാനികരമല്ലാത്ത പ്രോഗ്രാമുകളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ മാൽവെയർ ആണ് ട്രോജൻ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് വഴി നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറിക്കൊടുന്ന ചാര പ്രോഗ്രാമാണ് ട്രോജൻ. ഇവ നേരിട്ട് കമ്പ്യൂട്ടറിനെ ആക്രമിക്കുകയില്ല, പകരം നാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ ചോർത്തി നൽകുകയും പുറത്തുള്ള ഹാക്കർമാർക്ക് കമ്പ്യൂട്ടറുമായി ബന്ധമുണ്ടാക്കി കൊടുക്കുകയുമാണ് ട്രോജൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. ട്രോജനുകൾ സ്വയം പെരുകിയോ ബാധിച്ച ഫയലുകളുടെ പകർപ്പ് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല, പകരം അവ കമ്പ്യൂട്ടറിൽ സംഭരിച്ചിരിക്കുന്ന ഫയലുകൾ നശിപ്പിച്ച് വിവരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കീലോഗർ എന്ന് പറയുന്നത് ഒരു സ്പൈവെയർ ആണ്. അത് കമ്പ്യൂട്ടറിൽ മേടിയിരിക്കുന്ന കീ സ്ട്രോക്സിനെ മോണിറ്റർ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പാസ്വേഡ്സ് സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ്, അതർ സെൻസിറ്റീവ് ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് യൂസേഴ്സിൻ്റെ നോളജില്ലാണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് അക്രോണിം ആൻഡ് ഇറ്റ്സ് എക്സ്പാൻഷൻ ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്. താഴെ കൊടുത്തിരിക്കുന്ന അക്രോണിത്തിൻ്റെ അകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. XML എക്സിസ്റ്റൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, WWW വേൾഡ് വൈഡ് വെബ്, VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, SMS ഷോർട്ട് മെസ്സേജ് സോഫ്റ്റ്വെയർ. ഇവിടെ ആൻസർ വരുന്നത് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, SMS ആണ്. XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഇത് വെബ് ഡിസൈൻസിന് അവരുടെ തന്നെ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ട് വെബിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇത് അലൗ ചെയ്യുന്നതാണ് XML എന്ന് പറയുന്നത്. WWW എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് എന്നാണ്. VLSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ളതാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ടെക്നോളജിക്കാണ് നമ്മൾ VLSI എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിംഗിൾ മൈക്രോ ചിപ്പിൽ നമ്മൾ ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് എംബഡ് ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. SMS എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നുള്ളതാണ്, അല്ലാണ്ട് ഷോർട്ട് മെസ്സേജ് സോഫ്റ്റ്വെയർ അല്ല. ഇതൊരു സെല്ലുലാർ, നമ്മുടെ ഫോണിൽ നമ്മൾ SMS അയക്കുമല്ലോ, അതാണ് ഈ SMS എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സീക്വൻസ് ഓഫ് ICT ടേംസ് A to D ദാറ്റ് കറക്റ്റ്ലി ഫിൽസ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാരഗ്രാഫ്.
Dash is permanent memory that is used to store instructions that are needed to start the computer. Dash is fast temporary memory that is used to store data and applications that are currently in use. Dash carries out processing and turns data into information. The dash is used to plug all other computers into the computer system. ഇവിടെ ഈ ഡാഷ് വന്നിടത്താണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് പറഞ്ഞ ഡാഷ് ഈസ് എ പെർമനൻറ്റ് മെമ്മറി ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ നീഡഡ് ടു സ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. അതായത് ഇത് പെർമനൻറ്റ് മെമ്മറിയാണ്, കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡാഷ് ഈസ് ഫാസ്റ്റ് ടെമ്പററി മെമ്മറി ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ദാറ്റ് ആർ കറൻ്റ്ലി ഇൻ യൂസ്. അതായത് ഇതൊരു ഫാസ്റ്റ് ടെമ്പററി മെമ്മറിയാണ്, അത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ്, ഡേറ്റയും ആപ്ലിക്കേഷൻസ് സ്റ്റോർ ചെയ്യുകയാണ്, നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡേറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ആക്കുന്ന ആ ഒരു ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്ത് പ്ലഗ്സ് എല്ലാം അല്ലെങ്കിൽ കമ്പോണൻസ് എല്ലാം പ്ലഗ് ചെയ്തിരിക്കുന്നത് ഇതിലോട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് റോം എന്ന് പറയുന്നത് പെർമനൻറ്റ് മെമ്മറിയാണ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, റോം നമ്മുടെ റോം ഉണ്ടല്ലോ, ആ റോം എന്ന് പറയുന്നത് ഒരു കൺട്രി ആണല്ലോ, അപ്പോൾ അത് പെർമനൻ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെ റോം എന്ന് പറയുന്നത് പെർമനൻറ്റ് മെമ്മറി ആണെന്ന് ഓർത്താൽ മതി. റോം എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ഇൻഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഡാഷ് ഈസ് എ ഫാസ്റ്റ് ടെമ്പററി മെമ്മറി ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ദാറ്റ് ആർ കറൻ്റ്ലി ഇൻ യൂസ്. അതെന്ന് പറയുന്നത് റാം ആണ്. ഇനി ഡാഷ് ക്യാരി ഔട്ട് പ്രോസസ്സിംഗ് ആൻഡ് ടേൺസ് ഡേറ്റ ഇൻറ്റു ഇൻഫർമേഷൻസ്. അതെന്താണ്? സി പി യു ആണ് നമ്മുടെ ഡേറ്റേഴ്സിനൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് ആക്കുന്നത്. ഇനി ദ ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്ലഗ് ഓൾ അതർ കമ്പോണൻസ് ഇൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് മദർ ബോർഡിലാണ് നമ്മൾ എല്ലാ കമ്പോണൻസും പ്ലഗ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ടൈറ്റിൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. MS വേഡ്, ലിനക്സ്, MS പവർ പോയിൻറ്റ്, അഡോബ് ഫോട്ടോഷോപ്പ്, ആൻഡ്രോയിഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ബിയും ഇയും ആണ്. അതായത് നമ്മളോട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ലിനക്സും ആൻഡ്രോയിഡുമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകൾക്കാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടും കമ്പ്യൂട്ടർ സംവിധാനത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും ഡേറ്റ എത്തിച്ചുകൊണ്ടും ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളുടെ കൃത്യനിർവഹണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ചെയ്തുകൊണ്ടും കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഉപയോഗത്തിൽ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമുകളാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മാക്സ്, ലിനക്സ്, ഉബുണ്ടു, യൂണിക്സ്, വിൻഡോസ്, ആൻഡ്രോയിഡ് എന്നിവയെല്ലാമാണ് പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസുമാണ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിളിൻ്റെയാണ്. MS വേഡ്, MS പവർ പോയിൻറ്റ്, അഡോബ് ഫോട്ടോഷോപ്പ് എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. അതായത് ഒരു പ്രത്യേക ആവശ്യത്തിനായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വേഡാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, പവർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് PPTയുടെ ആവശ്യങ്ങൾക്കായിട്ടാണ്, അഡോബ് ഫോട്ടോഷോപ്പ് ഫോട്ടോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഫ്ലാറ്റ് നെറ്റ്വർക്ക്, എക്സ്ട്രാ നെറ്റ്, ഇൻട്രാനെറ്റ്, ഇൻ്റർനെറ്റ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഡിസ്ക്രൈബ് ടുഡേയ്സ് വേൾഡ് വൈഡ് കണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ്. ഡിസ്ക്രൈബ്സ് എ നെറ്റ്വർക്ക് ദാറ്റ് ലൈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് എ ട്രസ്റ്റഡ് ഏരിയ ഓഫ് നെറ്റ്വർക്ക് ആൻഡ് ഈസ് അണ്ടർ ദ security control of system and network administrators. Describe a network that avoids packet looping issues through an architecture that it does not have layers. Describe a network that is an extension of a selected portion of a company's intranet to external partners. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. അതായത് ഫ്ലാറ്റ് നെറ്റ്വർക്ക്, ഡിസ്ക്രൈബ് എ നെറ്റ്വർക്ക് ദാറ്റ് അവോയ്ഡ്സ് പാക്കറ്റ് ലൂപ്പിംഗ് ഇഷ്യൂസ് ത്രൂ ആൻ ആർക്കിടെക്ചർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ലെയേഴ്സ്. Extranet, describe a network that is an extension of a selected portion of a company's intranet to external partners. Intranet means describe a network that lies completely inside a trusted area of network and is under the security control of system and network administrators. Internet, describe today's worldwide connection of networks.
ഫ്ലാറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലിഫൈഡ് നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ്. അതായത് ഇവിടെ ഒരു സിംഗിൾ നെറ്റ്വർക്ക് സെഗ്മെൻറ്റിനോടാണ് എല്ലാ ഡിവൈസസും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സോ ഫയർവാൾസോ ഒന്നും ഇല്ലാണ്ടായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഗിൾ ഡിവൈസ് കംപ്രൈസ് ചെയ്തുകൊണ്ട് തന്നെ അറ്റാക്കേഴ്സിന് ആ ഒരു എൻറ്റയർ നെറ്റ്വർക്കിനെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹോമിലുള്ളത് അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് നെറ്റ്വർക്കൊക്കെ ഈ ഫ്ലാറ്റ് നെറ്റ്വർക്കാണ്. രണ്ടോ അതിലധികമോ ഓർഗനൈസേഷനുകളിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രൈവറ്റ് നെറ്റ്വർക്കിനാണ് നമ്മൾ എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ സപ്ലയർ, പാർട്ട്ണർ, കസ്റ്റമർ തുടങ്ങിയ തേർഡ് പാർട്ടികൾക്ക് കൂടി ഉപയോഗിക്കാൻ അനുവാദം നൽകുന്ന ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ് ഈ എക്സ്ട്രാ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സ്വകാര്യ ശൃംഖലയുടെ ഭാഗമല്ലാത്ത ചില കമ്പ്യൂട്ടറുകൾക്ക് ഇൻട്രാനെറ്റ് ലഭിക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഓർഗനൈസേഷനുള്ളിലെ കമ്പ്യൂട്ടറുകളുടെ ശൃംഖലയ്ക്കാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് പോലെ തന്നെ ഒരു സ്ഥാപനത്തിലുള്ള TCP അല്ലെങ്കിൽ IP പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് പങ്കുവയ്ക്കുന്ന വിവരം, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള സ്വകാര്യ കമ്പ്യൂട്ടർ ശൃംഖലയാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റ്, ഇമെയിൽ സേവനം, ഫയൽ കൈമാറ്റം, ഇൻ്റർനെറ്റിലൂടെ മറ്റ് സേവനങ്ങളെല്ലാം ഇൻട്രാനെറ്റിലൂടെയാണ് സാധ്യമാക്കുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് വൈഡ് കണക്ഷൻ ഓഫ് നെറ്റ്വർക്കാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. Next question, which of the following is a software that logs data files and demands a monetary payment in exchange for unlocking? അതായത് നമ്മൾക്ക് നമ്മുടെ ഡാറ്റ ഫയൽസൊക്കെ ലോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ നമ്മളത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്കതിന് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം അത് ഏത് സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാൻസംവെയർ, സ്പൈവെയർ, ലോജിക് ബോംബ്, ട്രോജൻ ഹോഴ്സ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, റാൻസംവെയർ ആണ്. കമ്പ്യൂട്ടറിനെ ലോക്ക് ചെയ്ത് ബിറ്റ് കോയിനിലൂടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന മാൽവെയർ ആണ് റാൻസംവെയർ എന്ന് പറയുന്നത്. വാനാക്രൈ, നെറ്റ് വാക്കർ എന്നിവയെല്ലാം ഇതിൻ്റെ ഉദാഹരണമാണ്. 2017 150ഓളം രാജ്യങ്ങളിൽ വേരുറപ്പിച്ചൊരു സൈബർ ആക്രമണമായിരുന്നു വാനാക്രൈ എന്ന് പറയുന്നത്. സാധാരണയായി ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ആക്രമണകാരി കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് നേടുകയും ഉപയോക്താവിനെ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന തരത്തിലൊരു സൈബർ കുറ്റകൃത്യമാണിത്. ഡേറ്റയിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് പണം നൽകാൻ ആക്രമണകാരി ഇരയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. തുടക്കത്തിൽ ഹാനികരമല്ലാത്ത പ്രോഗ്രാമാണ് തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ മാൽവെയർ ആണ് ട്രോജൻ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് വഴി നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറിക്കൂടുന്ന ചാര പ്രോഗ്രാമാണ് ട്രോജൻ എന്ന് പറയുന്നത്. ഇവയ്ക്ക് നേരിട്ട് കമ്പ്യൂട്ടറിനെ ആക്രമിക്കുകയല്ല, പകരം നാം സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ ചോർത്തി നൽകുകയും പുറത്തുള്ള ഹാക്കർമാർക്ക് കമ്പ്യൂട്ടറുമായി ബന്ധമുണ്ടാക്കി കൊടുക്കുകയുമാണ് ട്രോജൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിൽ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂല സാഹചര്യങ്ങൾ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുന്ന ചില കോഡുകൾക്കാണ് നമ്മൾ ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഉപയോക്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ മറ്റൊരാൾക്ക് എത്തിക്കുന്ന ചാര സോഫ്റ്റ്വെയർ ആണ് സ്പൈവെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് അക്രോണിം ആൻഡ് ഇറ്റ്സ് എക്സ്പാൻഷൻ ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പെയർ ഓഫ് അക്രോണിമും അതിൻ്റെ എക്സ്പാൻഷനുമാണ് ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MIDI, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ ഇൻ്റർചേഞ്ച്, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, MPG മോഷൻ പിക്ചേഴ്സ് എക്സ്പെർട്ട് ഗ്രൂപ്പ്, PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, MIDI മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ ഇൻ്റർചേഞ്ച് എന്നുള്ളതാണ്. MIDI എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ് എന്നുള്ളതാണ്, ഇൻ്റർചേഞ്ച് അല്ല. ഇതൊരു ടെക്നിക്കൽ സ്റ്റാൻഡേർഡാണ്, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണിത്. അതുപോലെ ഒരു ഡിജിറ്റൽ ഇൻ്റർഫേസുമാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കമ്പ്യൂട്ടേഴ്സ്, മറ്റ് ഓഡിയോ ഡിവൈസുകൾക്കൊക്കെ കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട്, അതായത് റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണിത്. അതായത് ഈ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, പ്ലേ ചെയ്യുമ്പോൾ, മ്യൂസിക്കൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നതിനാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻസ് ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് M represent a number in L in a base M number system, then identify the correct descending order of the following numbers A to D when converted to decimal number system. ഇപ്പോൾ നമുക്ക് 7, 3, 6, 5 ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
ആദ്യം നമുക്ക് 123 എടുക്കാം. 123 7 ബേസിലാണ്. സോ 1 × 7⁻² + 2 × 7⁻1 + 3 × 7⁻0 = 49 + 40 + 3 = 66 എന്ന് കിട്ടും. നെക്സ്റ്റ് വരുന്നത് 12 11 ആണ്. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 1 × 3⁻³ + 2 × 3⁻2 + 1 × 3⁻1 + 1 × 3⁻0 = 27 + 80 + 3 + 1 = 49 എന്ന് കിട്ടും. ഇനി അടുത്തത് 6 ബേസിലാണ്. 2 1 2 ആണ് തന്നിരിക്കുന്നത്. സോ 2 × 6⁻² + 1 × 6⁻1 + 2 × 6⁻0 = 72 + 6 + 2 = 80 എന്ന് കിട്ടും. നെക്സ്റ്റ് വരുന്ന 5ൻ്റെ ബേസിലാണ്. 2 0 1 ആണ് തന്നിരിക്കുന്നത്. സോ 2 × 5⁻² + 0 × 5⁻1 + 1 × 5⁻0 = 50 + 1 = 51 എന്ന് കിട്ടും. സോ നമുക്കിപ്പോൾ ഡെസിമലിലുള്ള എല്ലാ നമ്പേഴ്സും കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലാക്കണം. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത് മുതൽ ചെറുത് വരെ എന്നുള്ളതാണ്. സോ ഇവിടെ ഏറ്റവും വലുത് വന്നിരിക്കുന്നത് 80 ആണ്. അത് 212 ആണ്. സോ സി. ദെൻ നെക്സ്റ്റ് വരുന്നേക്കുന്നത് 66 ആണ്. അത് എ ആണ്. നെക്സ്റ്റ് വരുന്നത് 51 ആണ്. അത് ഡി ആണ്. ലാസ്റ്റ് വരുന്നത് ബി ആണ്. അത് 49 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ടൈറ്റിൽസ് ആർ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉള്ളു? ഇതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MS Excel, ആൻഡ്രോയിഡ്, അഡോബ് ഫോട്ടോഷോപ്പ്, iOS, Windows 11. ഇവിടെ ആൻസർ വരുന്ന ഏതായിരിക്കും? നമ്മൾ ഈ വീഡിയോയിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതെന്നായിരുന്നു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അതായത് MS Excelഉം അതുപോലെ തന്നെ അഡോബ് ഫോട്ടോഷോപ്പ് മാത്രമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളത്. ബാക്കിയുള്ള എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ ICT ടേംസ്, ലിസ്റ്റ് 2ൽ അതിൻ്റെ മീനിങ്സും ആണ്. പ്രിൻ്റർ, സ്കാനർ, റാം, CPU എന്നിവയാണ് തന്നിരിക്കുന്നത്. വോൾട്ടൈൽ മെമ്മറി, പ്രോസസ്സർ, ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് പ്രിൻ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ഏതാണ്? അവസാനമാണ് അല്ലെ പ്രിൻറ്റിങ് നടക്കുന്നത്. സോ അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സ്കാനർ എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. സോ അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വോൾട്ടൈൽ മെമ്മറി, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള മെമ്മറി അല്ല, മറിച്ച് ഏതാണ്? അസ്ഥിര മെമ്മറിയാണ്. സോ റാം എന്ന് പറയുന്നത് വോൾട്ടൈൽ മെമ്മറിയാണ്. ലാസ്റ്റ് വരുന്ന CPU എന്താണ്? അതൊരു പ്രോസസ്സറാണ്. നമ്മൾ പറഞ്ഞിരുന്നത് റോം ആണ് പെർമനൻറ്റ് മെമ്മറി എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് ICTയിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്